അപ്പോൾ എന്തായാലും പെയിന്റിന് ഇപ്പോൾ എത്ര രൂപ? പെയിന്റിങ് 14,000. 14,000. നല്ലൊരു വ്യത്യാസവും ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ. അപ്പോൾ പെയിന്റിങ് പൊതുവെ എല്ലാവരും പല കമന്റ്സ് വരും, അതിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, വണ്ടി ഉപയോഗിക്കുന്നവർക്ക് അറിയാം. അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തത് പാർട്സ് എന്തൊക്കെയാണ് മാറിയിട്ടുള്ളത്? പാർട്സ് ഇതിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ മാറിയിട്ടുണ്ട്. ക്രാഷ് ഗാർഡ് പുതിയതാണ്, സൈലൻസർ വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ ബ്രേക്ക് ഷൂ, 2 ബ്രേക്ക് ഷൂ, പിന്നെ ഹാൻഡില്, 2 സ്വിച്ച് സെറ്റ്, ലോക്ക് സെറ്റ്, ആംബിയർ മീറ്റർ, ലിവേഴ്സ്, യോക്ക്, ത്രോട്ടില്, പിന്നെ നമ്മൾ ഡെൽക്കോ പോയിന്റ്, പിന്നെ 4 ഇൻഡിക്കേറ്റേഴ്സ്, ഷോക്ക് അബ്സർ, പിന്നെ അതായത് വണ്ടി ഒരുവിധം എല്ലാ സാധനങ്ങളും. അതല്ല നമ്മൾ റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ചിലർ നമ്മളെ വീഡിയോ കണ്ടിട്ട് കാണുന്ന ചില ആൾക്കാർ 35,000 രൂപയ്ക്ക് ടെസ്റ്റ് പണിതു, 20,000 രൂപയ്ക്ക് ടെസ്റ്റ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞ് ഫോട്ടോ കമന്റ് ഇട്ടിട്ടുണ്ട്. ഞാനൊരു കുറ്റം പറയുന്നതല്ല. റീടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ നിർത്തിക്കൊണ്ട് പെയിന്റിങ് പോളിഷ് ചെയ്തൊക്കെ വണ്ടി പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് അത്ര പൈസയാവുള്ളൂ. റീടെസ്റ്റ് വർക്ക് വേറെ, റീസ്റ്റോറേഷൻ വേറെ. അതെ, റീസ്റ്റോറേഷൻ ആകുമ്പോഴത്തേക്ക് പക്ക വണ്ടി പുതിയ രീതി പക്ക നമ്മൾ ഫുള്ള് പൊളിച്ച് എന്തൊക്കെ സാധനങ്ങൾ മാറണോ അതെല്ലാം മാറി ഒരു ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി എങ്ങനെ ഇറക്കുന്നു അതുപോലെ വണ്ടി ഓടിക്കാനുള്ള കംഫർട്ട്. പിന്നെ നമ്മുടെ എല്ലാ റീസ്റ്റോറേഷൻ വീഡിയോയിലും വരുന്ന ഒരു സ്ഥിരമായിട്ടുള്ള കമന്റാണ് ഇതിനേക്കാളും പുതിയ വണ്ടി മേടിച്ചുവിടാന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ എപ്പോഴും പറയുന്നില്ല, ഇതിന് തൊട്ട് മുന്നേ ഉള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അതിൻ്റെ ഒരു ആൻസർ. സോ ഇതിൽ നിങ്ങൾ കമന്റ് ഇട്ടുള്ള കുഴപ്പമൊന്നുമില്ല, ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് മറ്റേ വീഡിയോയിലുണ്ട്, അതിൽ പോയി കണ്ടാൽ മതി. ലോജിക്കായിട്ട് ചിന്തിക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പഴയ സ്പ്ലെൻഡർ, പുതിയ വണ്ടി ഉണ്ടെങ്കിലും പഴയ വണ്ടി മേടിച്ച് പണിയുന്നവരുണ്ട്. നമ്മൾ RX-100, പിന്നെ ബുള്ളറ്റ്, ചേതക്ക്, ഇപ്പൊ കാറിന്റെ സെക്ഷനിലോട്ട് പോയ അംബാസഡർ, ഈ പഴയ നമ്മളെ ഒമിനി 800, ഇങ്ങനത്തെ വണ്ടികളൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പൊ തുച്ഛമായ പൈസക്ക് വണ്ടി മേടിച്ചിട്ട് ഒരു പുതിയ വണ്ടി മേടിക്കുന്ന പൈസക്കാണ് ഓരോരുത്തർ പണം നടക്കുക. അതെ, പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വണ്ടിക്ക് ഒരു ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, എത്ര ആയാലും ഉണ്ട്. പഴയ വണ്ടിക്കും അതിന്റെ പാർട്സിനും ഒരു ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് മേ ബി അവർ റീസ്റ്റോർ ചെയ്ത് നിർത്തുന്നത്.